ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാന് ഇന്ത്യയുടെ മുന്നറിയിപ്പ്. ഏതൊരു ഭീകരപ്രവർത്തനത്തെയും രാജ്യത്തിനെതിരായ യുദ്ധമായി കണക്കാക്കാൻ ഇന്ത്യയുടെ തീരുമാനം. അച്യുതൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അച്യുതൻ, എന്താണ് ഈ പുതിയ മുന്നറിയിപ്പ് രാജ്യം നൽകുന്നത്? ഉന്മേഷ്, ഒരു സൂചനകൾ ലഭിച്ചിരിക്കുന്നു. അതായത് കേന്ദ്ര സർക്കാരുമായി നിൽക്കുന്ന വൃത്തങ്ങളാണ് ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഏതൊരു ഭീകരതയും ഭീകര പ്രവർത്തനത്തെയും രാജ്യത്തിനെതിരായ യുദ്ധമായി കണക്കാക്കാനും അതനുസരിച്ച് അതേ രീതിയിൽ തിരിച്ചടിക്കുവാനും ഇപ്പോൾ രാജ്യം തീരുമാനിച്ചിരിക്കുന്നു, ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഈ നിമിഷത്തിലെ, ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ രാജ്യം ഇതിന് കൃത്യമായ മറുപടി ഇതുവരെ ഉണ്ടായതല്ല. ഇതിനെതിരെ രാജ്യത്തിനെതിരായ രീതിയിൽ നടക്കുന്ന ഭീകരവാദ പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളെല്ലാം രാജ്യം യുദ്ധമായി കണക്കാക്കാനാണ്, അല്ലെങ്കിൽ രാജ്യത്തിനെതിരായ യുദ്ധമായി കണക്കാക്കിക്കൊണ്ട് അതേ നാണയത്തിൽ മറുപടി നൽകാൻ ഒരുങ്ങുന്നു എന്നതിൻ്റെ കൃത്യമായ സൂചന ഇപ്പോൾ വരുന്നു. അതായത് പാകിസ്ഥാന് ഈ മണിക്കൂറിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു ശക്തമായ മുന്നറിയിപ്പ് നൽകുകയാണ്. നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരം മുന്നറിയിപ്പ് ഇപ്പോൾ ഇന്ത്യ നൽകുന്നത്. അതായത് നിലവിലിപ്പോൾ ഉണ്ടാകുന്ന പാക് പ്രകോപനം അടക്കമുള്ളതിൽ ഇന്ത്യ കൃത്യമായി ഈ നിലവിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന അതുപോലെ ആയിരിക്കില്ല ഇനിയുള്ള നടപടികൾ, സൈനിക നടപടികൾ എന്നതിൻ്റെ വ്യക്തമായ സൂചന ഇപ്പോൾ നൽകിയിരിക്കുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. കാരണം രാജ്യം ഒരു നിലപാടിലേക്ക് ഉറപ്പായും കടക്കും. കാരണം ഈ നിലവിലെ പാക് പ്രകോപനം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ വരണമെങ്കിൽ കൃത്യമായി പാഠം പഠിപ്പിക്കണം, പാകിസ്ഥാനെ കൃത്യമായൊരു പാഠം പഠിപ്പിക്കണം എന്നതാണ് ഇന്ത്യക്ക് മുൻപിലുള്ളത്. അപ്പോൾ ഇതുവരെയും പിന്നോട്ട് മാറാത്ത ആ പാകിസ്ഥാന് അതിനേക്കാൾ ഇരട്ടി പ്രഹരശേഷിയിൽ മറുപടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു. അതിന് ഒരു മുന്നറിയിപ്പായി കൂടി പാകിസ്ഥാൻ നൽകുന്നു എന്നതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ വിവരം എന്നുള്ളത്. എന്തായാലും ഏതൊരു ഭീകര പ്രവർത്തനത്തെയും രാജ്യത്തിനെതിരായ യുദ്ധമായി കണക്കാക്കാനും അതനുസരിച്ച് പ്രതികരിക്കാനുമാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വീണ്ടും പ്രകോപനം തുടർന്നു കഴിഞ്ഞാൽ ഇതുവരെ ഉണ്ടായതുപോലെ ആയിരിക്കില്ല സാഹചര്യങ്ങൾ എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. സൈനിക നടപടി അത് ശക്തമായ രീതിയിൽ അതിർത്തിയിലും പാകിസ്ഥാനകത്തും ഒരുപക്ഷെ ഉണ്ടാകും എന്നതിൻ്റെ സൂചന ഈ മണിക്കൂറിൽ ലഭിക്കുന്നു. ഉന്മേഷ്, ഇന്ത്യ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നു. പാകിസ്ഥാൻ ഇപ്പോൾ ഏത് തരത്തിലുള്ള ഭീകര പ്രവർത്തനത്തിനെയും അതിനെ രാജ്യത്തിനെതിരായ യുദ്ധമായി കണക്കാക്കും, ശക്തമായ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് ഇന്ത്യ ഇപ്പോൾ നൽകുന്നു. അതായത് നിലവിലെ സ്ഥിതി എങ്ങനെയാണോ അതിൽ പാകിസ്ഥാൻ എങ്ങനെ പ്രതികരിക്കുന്നോ അതിനനുസരിച്ച് ഇന്ത്യയുടെ ശക്തമായ പ്രത്യാക്രമണം ഉണ്ടാകും എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് ഇപ്പോൾ രാജ്യം നൽകുന്നു പാകിസ്ഥാൻ എന്നുള്ളത് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തയാകുന്നു. അച്യുതൻ അതിന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. വിനീത വിജിയിലേക്ക് ഇനി നമ്മൾ ഫിറോസ്പൂരിൽ നിന്നാണ് വിനീത വിജി ചേരുന്നത്. വിനീത, ഈ നിലവിലെ സ്ഥിതിഗതികൾ അവിടെ എങ്ങനെയാണ്? പഞ്ചാബിലെ 2 ഇടങ്ങളിൽ ഹൈ അലേർട്ട് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. നിലവിലെ സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് വിനീത? ഉന്മേഷ്, തീർച്ചയായും 2 ഇടങ്ങളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമൃത്സറിലും ഒപ്പം തന്നെ ബധിൻഡയിലുമാണ് റെഡ് അലേർട്ട് ഉള്ളത്. അവിടെ ഏതെങ്കിലും രീതിയിൽ സൈറൻ മുഴങ്ങുകയാണെങ്കിൽ ആളുകൾ അവർ വീടുകളിൽ സുരക്ഷിതമായി തന്നെ കഴിയണമെന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഇന്ന് അമൃത്സറിലും ഒപ്പം പത്താൻകോട്ടിലും ഒക്കെ രാവിലെ തന്നെ ഒരു സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഗുരുദാസ്പൂരിൽ രാവിലെ 4:45 വലിയൊരു സ്ഫോടന ശബ്ദം ഉണ്ടായി. ഒപ്പം ആ മേഖലയിൽ ഒരു വലിയ ഗർത്തം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ചില ലോഹവസ്തുക്കളൊക്കെ കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ട് കൂടി ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ പത്താൻകോട്ടിൽ രാവിലെ 5 മണിയോടുകൂടിയാണ് ഒരു വലിയ സ്ഫോടന ശബ്ദം ഉണ്ടാകുന്നത്. അമൃത്സറിലും ജലന്ധറിലും ഈ ഡ്രോണിന്റെ ചില വസ്തുക്കൾ കണ്ടെത്തിയിട്ടുള്ളതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഫിറോസ്പൂരിലൊക്കെ വലിയ ആശങ്കയിൽ തന്നെയാണ് ആളുകളുള്ളത്. കാരണം പാകിസ്ഥാനുമായി ഏറ്റവും അടുത്ത അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിലാണ് ഇന്നലെ ഈ ഡ്രോൺ വീണ, ഒരു കാറിന് മുകളിലേക്ക് ഡ്രോൺ പതിച്ച് അവിടെ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ കന്നുകാലികൾക്കൊക്കെ പൂർണ്ണമായും പരിക്കേറ്റ നിലയിൽ തന്നെയാണ്. ഈ 3 പേരും ഇപ്പോൾ ആശുപത്രിയിലാണുള്ളത്. അതിലൊരു വനിത, ഒരു സ്ത്രീയുണ്ട്. അവർക്ക് ഒരല്പം ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് 2 പേരുടെ ആരോഗ്യനില ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് തുടരുന്നത്. ഇതാണ് ഫിറോസ്പൂരിലൊരു അവസ്ഥ. അവിടെ പൂർണ്ണമായും കടകളൊക്കെ തന്നെ ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ മറ്റ് മെഡിക്കൽ സ്റ്റോറുകളോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള മേഖലകൾ മാത്രമാണ് അവിടെ തുറന്നിരിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളെല്ലാം പൂർണ്ണമായും അടച്ചിട്ടൊരു അവസ്ഥയിൽ തന്നെയാണുള്ളത്. മറ്റ് അതിർത്തി ഗ്രാമങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ, ഈ അമൃത്സർ പോലുള്ള മേഖലകളിലേക്കൊക്കെ തന്നെ വരുമ്പോൾ അവിടെയുള്ള ആളുകൾ അവർക്ക് വലിയൊരു ആശങ്ക ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം എല്ലാ മേഖലയിലും പ്രതിരോധം വളരെ ശക്തമായി തന്നെ സൈന്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ രാത്രിയാകുമ്പോഴാണ് ഈ പല മേഖലകളിൽ നമുക്ക് ഇന്നലെയും കാണാൻ കഴിയുന്നത് അത് തന്നെയാണ്. അമൃത്സറിൽ ഇന്നലെ രാത്രി ഏതാണ്ട് 5
വിവിധയിടങ്ങളിലാണ് സ്ഫോടന ശബ്ദം ഉണ്ടായത്. ഒപ്പം തന്നെ ഗുരുദ്വാസ്പൂരിൽ സമാനമായിട്ടുള്ള സ്ഫോടന ശബ്ദം ഉണ്ടായിരുന്നു. പത്താൻകോട്ടിൽ 5 മുതൽ 6 മിനിറ്റിനകം 20 ഇടങ്ങളിൽ സ്ഫോടന ശബ്ദം കേട്ടതായിട്ടും റിപ്പോർട്ടുകളൊക്കെ ലഭ്യമാകുന്നുണ്ട്. രാവിലെ പല മേഖലകളിൽ നിന്ന് ഈ ഡ്രോണുകളുടെ അവശേഷിപ്പുകളും ഒപ്പം തന്നെ മറ്റ് ലോഹവസ്തുക്കളും ഒക്കെ തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ചണ്ഡീഗഡിലും മൊഹാലിയിലും വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ആ മേഖലകളിൽ 8 മണിക്ക് മുൻപായി കടകളൊക്കെ തന്നെ അടയ്ക്കണമെന്നൊരു നിർദ്ദേശമുണ്ട്. ലൈറ്റുകൾ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ടിലേക്ക് പോവുകയാണെങ്കിൽ സഹകരിക്കണമെന്നൊരു നിർദ്ദേശവും ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ പൂർണ്ണമായും അടുത്ത 2 ദിവസത്തേക്ക് കൂടി അവധി നൽകിയിരിക്കുകയാണ്. ഇന്നലെ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന 6 ജില്ലകളിൽ 10 മന്ത്രിമാരെ അവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ ഏതെങ്കിലും ഒരു അടിയന്തര ഘട്ടം ഉണ്ടാവുകയാണെങ്കിൽ സ്ഥിതിഗതികളൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നതിനും അവിടെയുള്ള ജനങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെയാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആന്റി ഡ്രോൺ സിസ്റ്റം സംവിധാനം ഏർപ്പെടുത്താൻ പാകിസ്ഥാനെതിരെ അത്തരത്തിലേക്കുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്താനാണ് പഞ്ചാബ് ഒരുങ്ങുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. 9 ആന്റി ഡ്രോൺ സിസ്റ്റം വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ വലിയ ഒരുക്കങ്ങൾ, അത്തരത്തിലേക്കുള്ള സജ്ജീകരണങ്ങൾ, ശക്തമായ പ്രതിരോധമൊക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനജീവിതം ഞാനിപ്പോൾ നിൽക്കുന്ന മേഖല, നാഗ്പൂർ എന്ന മേഖലയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അത് ഫിറോസ്പൂരിൽ നിന്ന് നമ്മൾ അമൃത്സറിലേക്ക് പോകുന്ന ഭാഗമാണ്. എനിക്ക് പിന്നിൽ കാണുന്നത് അവരുടെ ഒരു കൃഷിയിടമാണ്. ഇങ്ങനെ ഇവിടുത്തെ സാധാരണക്കാരൊക്കെ പൂർണ്ണമായും കൃഷിനെയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പാടങ്ങൾ, ഈ കൃഷിയിടങ്ങൾ, ഈ അതിർത്തി പങ്കിടുന്ന മേഖലകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാത്രികാലങ്ങളിലാകുമ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടരെ ഉണ്ടാകുന്ന ആക്രമണം അത് സാധാരണക്കാർക്ക് സംബന്ധിച്ചിടത്തോളം അവരെ ആശങ്കയിൽ തന്നെയാണ് ആഴ്ത്തുന്നത്. പക്ഷേ അവർ സൈന്യത്തിൽ വിശ്വസിക്കുന്നു. അവർ പറയുന്നത് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് ആശങ്കയുണ്ട്, പക്ഷേ ഞങ്ങൾ സുരക്ഷിതരായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം എല്ലാ മേഖലകളിലും സൈന്യം വലിയ ശക്തമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. എങ്കിലും ഈ സൈറൺ ഒക്കെ മുഴങ്ങുമ്പോൾ വീടുകളിൽ കഴിയുന്ന ആളുകൾ, അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥ, ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെയുള്ളൊരു ആശങ്ക അത് സാധാരണ മേഖലയിൽ നിന്നടക്കമുള്ള ആളുകൾക്ക് ഇപ്പോഴും ഉണ്ട്. ഉന്മേഷ്. ശരി, വിനീത വിജിയാണ് ഇപ്പോൾ ഫിറോസ്പൂരിന് സമീപത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്.